ഹായ് 1600 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര ചെലവ് വരും എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ ഹനീഫ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ നാളെ ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാലിൽ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വേറെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് എത്ര നോക്കാം. ഇത് 1256 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഫൗണ്ടേഷൻ നമുക്ക് 4,66,000 രൂപ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നുണ്ട്. ഇത് റബിൾ ഫൗണ്ടേഷൻ കാര്യങ്ങൾ കൊണ്ടുള്ള ഫൗണ്ടേഷൻ ആണ്. പിന്നീട് ബ്രിക്ക് വർക്കിൽ ഇന്റൽ സൺഷെയ്ഡ് ഒക്കെ ആയിട്ട് 12,31,000 രൂപ വരുന്നുണ്ട്. അടുത്തത് അതിന്റെ പ്ലംബിങ്, ഇലക്ട്രിക്കൽ, ഡോർസ് ആൻഡ് വിൻഡോസ്, പെയിന്റ്, ഇതൊക്കെ ആയിട്ട് നമുക്ക് ഒരു 16 ലക്ഷം രൂപയോളം കോസ്റ്റ് വരും. അപ്പോൾ ആകെ ഈ ഒരു വീട് നിർമ്മിക്കുന്നതിനായിട്ട് 33,73,000 രൂപ ടോട്ടൽ കോസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടൊരു കൺസ്ട്രക്ഷൻ കോസ്റ്റ്. ഇത് നമുക്ക് ഈ ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, ഓരോ ഘട്ടങ്ങളിൽ എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഫൗണ്ടേഷന്റെ കാര്യത്തിലാണ് നടക്കാം. ഫൗണ്ടേഷനിൽ നമ്മൾ എർത്ത് വർക്കിന് 16,000 രൂപ നമ്മൾ ചെലവ് കണ്ടായിട്ട് വരും. അതായത് നമ്മൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് മണ്ണ് മാറ്റുന്നതൊക്കെ ആയിട്ട്. അതിനുശേഷം വരുന്ന റബിൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള വർക്ക് 2,10,000 രൂപ കരിങ്കല്ലിന്റെ വർക്കിന് വേണ്ടി വരുന്നുണ്ട്. ലേബർ പ്ലസ് മെറ്റീരിയൽ ആണ് ഇതിൽ പറയുന്നത്. അടുത്തതിന് മുകളിൽ വരുന്ന ബെൽറ്റ് 94,000 രൂപ വരുന്നുണ്ട്. പിന്നീട് എർത്ത് ഫില്ലിംഗ് 74,000, അതുപോലെ തന്നെ കോൺക്രീറ്റ് 69,000 രൂപ വരുന്നുണ്ട്. ഈ എർത്ത് ഫില്ലിംഗിന്റെ കാര്യം ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്. അത് സൈറ്റിൽ നിന്ന് തന്നെ മണ്ണ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോസ്റ്റ് അവിടെ ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് 4,66,000 രൂപ ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ ചെലവ് വരുന്നത്. ഇനി നമുക്കതിന്റെ ബ്രിക്ക് വർക്ക് നോക്കുകയാണെങ്കിൽ 5,31,000 രൂപ ബ്രിക്ക് വർക്കിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. ലിൻഡൽ സൺഷെയ്ഡ് ഒക്കെ ആയിട്ട് 2,16,000 രൂപ വരുന്നുണ്ട്. റൂഫ് സ്ലാബ് 4,84,000 രൂപ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ വാർക്കവരുള്ള ഈ ഒരു സ്റ്റേജിൽ 16,97,000 രൂപ നമുക്ക് ചെലവ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. അടുത്തതായിട്ട് പ്ലാസ്റ്ററിങ് 3,69,000 രൂപ വരുന്നുണ്ട്. പെയിന്റിങ് 2,72,000, ടൈല് 2,69,000. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് 2,93,000 വരുന്നുണ്ട്. ഡോർസ് ആൻഡ് വിൻഡോസ് 4 ലക്ഷം രൂപ വരുന്നുണ്ട്. പിന്നീട് ഒരു 75,000 രൂപ അതിന്റെ എക്സ്ട്രാ വർക്കുകൾ, ഡിസൈൻ വർക്കുകൾ, കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് 33,73,000 രൂപ ഈ ഒരു വീട് നിർമ്മിക്കുന്നത് കോസ്റ്റ് വരുന്നത്. ഇനി ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ 2,100 രൂപയാണ് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന്റെ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞിട്ടല്ല വർക്ക് എടുക്കുന്നത്. നമ്മൾ അതിന്റെ പ്ലാൻ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ്ങുകൾ, ഇതൊക്കെ ചെയ്തതിന് ശേഷം അതിന്റെ ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിലിപ്പോ 2,100 വന്നിട്ടുണ്ട്. ഇതിപ്പോ എല്ലാ 1,600 സ്ക്വയർ ഫീറ്റ് വീടും 2,100 പെർ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു 33,73,000 രൂപ എന്നുള്ള ടോട്ടൽ കോസ്റ്റും നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നുമല്ല. ഇത് നമ്മളുടെ ആ ഒരു സൈറ്റ് കണ്ടീഷൻ, അതുപോലെ പ്ലാനുകൾ, അതിന്റെ ഡിസൈനുകൾ, എക്സ്ട്രാ വരുന്ന ഡിസൈനുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ഇതൊക്കെ വെച്ചിട്ടാണ് അതിന്റെ ഒരു കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ പ്ലാനും അതിന്റെ 3D പ്ലാനൊക്കെ ഒന്ന് കാണാം. ഈ വീടിന്റെ 3D പ്ലാനാണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്നും അടുത്തത് ഈ ഒരു ലിവിംഗ് ഹാളാണ്. ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഡൈനിങ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ റൂം കൊടുത്തിട്ടുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് കിച്ചൺ വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അപ്പർ ലിവിംഗ് സ്പേസും ബാൽക്കണിയും മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ 2D പ്ലാനാണ്. 1,286 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 350-140 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. ഇവിടെ ആയിട്ടാണ് ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. 360-380 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ സൈസ്. ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ കിച്ചൺ വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഇതാദ്യത്തെ ബെഡ്റൂമാണ്. 360-340 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ സൈസ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 360-380 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ്. 320 സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. ഒരു അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നുണ്ട്. 330-360 സെന്റിമീറ്റർ എന്നാണ് അളവ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു ബാൽക്കണി സ്പേസും കാണാവുന്നതാണ്. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് വാല്യൂ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.